ഫീദ. അങ്ങനെ ഇന്ന് നമ്മുടെ ഓൺ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോളജി സയൻസുകാർക്ക് കൊമേഴ്സുകാർക്കും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം ഇന്ന് ബയോളജി ആയിരുന്നു. നമുക്ക് ആദ്യം ഒരു ടൈപ്പ് ഷെഡ്യൂളൊക്കെ തന്ന് നമ്മളെ പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും ഇന്ന് നമുക്ക് ബയോളജി ആയതുകൊണ്ട് അതങ്ങ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സമാധാനം. ഫസ്റ്റ് തന്നെ ബയോളജി കഴിഞ്ഞുകൊണ്ട്, കാരണം ബയോളജി കുറച്ചൊരു ബേർഡൻ ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ ബയോളജി നമുക്ക് ബോട്ടണി സുവോളജി ഉണ്ട്. അത് എന്തിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത്? മാത്സിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ 3 സബ്ജക്ട് ഒരു ദിവസം എന്നുള്ള പോലെയായിരുന്നു. ഭാഗ്യത്തിന് നമുക്ക് ഇന്നൊക്കെ ആക്കി തന്നു. അപ്പൊ എക്സാം ഒക്കെ ഇതിൽ കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ബയോളജി എക്സാമിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. അപ്പോൾ എന്റെ കയ്യിൽ ഇതാ പേപ്പർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓൺ എക്സാം ആയിരുന്നു, ബയോളജിന്റെ എക്സാം ആയിരുന്നു ആദ്യം. അപ്പൊ ഇന്നലെ നമുക്ക് സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉച്ചവരെ ഉള്ള സ്കൂൾ ഉണ്ടായിട്ടില്ല, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തലേന്നും നമുക്ക് സ്കൂൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 ദിവസം ലീവ് ഇട്ടുകൊണ്ട് ഏകദേശമൊക്കെ പഠിക്കാൻ പറ്റി. ഫസ്റ്റ് തന്നെ ബോട്ടണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടണി ഞാൻ ഏകദേശം ഇല്ലാതെ എഴുതി. ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് അറിയാത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ സുവോളജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എടുത്തിട്ടില്ല. മറ്റേ 2 പാഠം എടുത്തിട്ടുണ്ട്. പക്ഷെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാര്യം പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്റെ സൗണ്ടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം നമുക്ക് റിവ്യൂലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് തന്നെ ബോട്ടണി. ഞാൻ ബോട്ടണിന്റെ ആൻസേഴ്സ് ഒക്കെ പറയാം, പക്ഷെ സുവോളജിന്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ചാൽ സുവോളജി എനിക്ക് ഉറപ്പില്ല. മാത്രമല്ല ഞങ്ങൾക്ക് ആ പാഠം എടുത്തിട്ടില്ല. അപ്പോൾ വലിയ ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറയാം. പിന്നെ ഇനിയിപ്പോൾ ആൻസർ കണ്ടിട്ട് പേടിയൊന്നും ആവണ്ട, കാരണം ഇത് ജസ്റ്റ് ഒരു ഓൺ എക്സാം ആയിട്ടുള്ളൂ. അപ്പോൾ ആൻസേഴ്സ് കാണണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ തന്നെ ശരിയാണെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് ടെൻഷൻ ഒന്നും അടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഫസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്കിപ്പോൾ ഇന്ന് ഉച്ചവരെ ഉണ്ടായിട്ടുള്ളൂ. എക്സാം ഉച്ചക്ക് കഴിഞ്ഞല്ലോ. എക്സാം ഉച്ചക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇനി വെറുതെ ഇരിക്കാം. പിന്നെ ശനിയും ഞായറും സ്കൂളില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് കെമിസ്ട്രി അതുപോലെ തന്നെ മലയാളമാണ്. അപ്പൊ അതിന് ഉള്ള ടൈമാണ് ഇനിയുള്ളത്. അപ്പൊ ബോട്ടണിയിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുള്ളത് ടെപ്പീറ്റ് ആണ്. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സെൽഫ് ഇൻകംബിലിറ്റി ആണ്. 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ജെൽ അലക്ട്രോഫോറസിസ് ആണ്. 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ടെട്രാസൈക്ലിൻ ആണ്. 5ാമത്തെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ബാക്കിയുള്ളതും ആൻസേഴ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പാണ്. നമുക്ക് ഫസ്റ്റ് സെക്ഷൻ അവിടെ കഴിഞ്ഞു, 1 മാർക്കിന്റെ. ഇനി 2 മാർക്സിന്റെ സെക്ഷനിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എമാസ്കുലേഷൻ എഴുതാനായിരുന്നു. അതായത് ആന്തറിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പിന്നെ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ എന്താണ് കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് 7ാമത്തെ ക്വസ്റ്റ്യന് സിംഗമി ട്രിപ്പിൾ ഫ്യൂഷൻ, അതായത് നമ്മുടെ ഡബിൾ ഫെർട്ടിലൈസേഷനിലെ സിംഗമി ട്രിപ്പിൾ ഫ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ആണ് ആൻജിയോസ്പെർമിന് കൊടുക്കുന്നുള്ളത്. അതെന്താ നമ്മുടെ ഡിസ്പേഴ്സലും ന്യൂട്രിയൻസും ജനറ്റിക് വേരിയേഷൻ ആ സംഭവങ്ങളൊക്കെയാണ് എഴുതിയത്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യന് അപ്പോമിക്സിസ് എന്താണെന്നായിരുന്നു. സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾ എന്താണ് ഗ്രാസസ്, ആസ്കേരിയാസിസ്, അങ്ങനത്തെ അതാണ് എഴുതിയത്. പിന്നെ ഫ്ലവേഴ്സ് എന്തുകൊണ്ടാണ് ഇൻവേരിയബിൾ ഓട്ടോഗമസ് ആവുന്നതെന്ന് അതിന് ജസ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് എഴുതി വെച്ചു. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എന്താണ് എപ്പിക്കോട്ടയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. അത് ഓഫ് എംബ്രോണൽ ആക്സിസ് ആണ്. എന്താണ് എബോവ് ദ കോട്ടിലിഡൻ ആണ്. പിന്നെ ഇത് കോളിയോപെപ്റ്റൈൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എ മാർക്ക് ചെയ്തിട്ട് കോളിയോപെപ്റ്റൈൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ജസ്റ്റ് ഓപ്ഷൻ ആക്കി എഴുതിയതാണ്. ഞാൻ ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ആൻഡ് 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്ന് വന്നതാണ്. ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് അതിന്റെ ഡെഫിനിഷൻ എഴുതി. പിന്നെ നമുക്ക് അതിന് കിട്ടുന്നത് എൻസൈംസ്, ആന്റിബയോട്ടിക്സ്, പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നു. അതിന് എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല എനിക്ക്. അപ്പൊ അതും പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടു സ്പെസിഫിക് റീകോംബിനന്റ് DNA യൂസ് ചെയ്യുന്ന 2 സ്പെസിഫിക് എൻസൈംസ്. എന്താ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും അതേപോലെ തന്നെ ലിഗേസും ആണ് തോന്നുന്നു. ഞാൻ അതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ. അത് ഞാൻ എഴുതിയിട്ടില്ല, അതെനിക്ക് അറിയൂല. ഇൻസേർട്ടൽ ഇനാക്ടിവേഷൻ എന്താന്ന് അറിയായിരുന്നു, അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, അത് ഞാൻ എഴുതിയിട്ടില്ല.
അടുത്തെന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ ഡ്യുവൽ യൂസ്. അതാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് എഴുതിയത്. കോപ്പി നമ്പർ തരുന്നുണ്ട്, പിന്നെ അവിടെയല്ലോ റെപ്ലിക്കേഷന്റെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് അതും എഴുതി. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യന് DNA ജെൽ ഇലക്ട്രോഫോറസിസിൽ ആനോഡിക്ക് മൂവ് ചെയ്യാൻ കാരണം അത്. അപ്പൊ ഞാൻ ആ ഒരു പ്രോസസ്സിന്റെ പ്രൊസീജിയർ അങ്ങ് എഴുതി വെച്ചിട്ടാണ് ജെൽ ഇലക്ട്രോഫോറസിസിന്. ഇനി നമ്മുടെ 3 മാർക്സ് കാറ്റഗറിയിലോട്ട് പോവാം. അതിലെന്താണ് 17ാമത്തെ ക്വസ്റ്റ്യന് അമോർഫലസ് ഫ്ലവറും യുക്കിയും യുക്കോമോത്തും പിന്നെ അമോർഫലസ് ഫ്ലവറും ഫ്ലോറൽ റിവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ. വേറെയും ഫ്ലോറൽ റിവാർഡ് ഉണ്ട്. നെക്ടറും പൊള്ളനും അല്ലാത്ത അവർ കൊടുക്കുന്ന ഫ്ലോറൽ റിവാർഡ്. യുക്കക്കും മൊത്തനും അവർ തമ്മിൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ അത്. ആൻഡ് അടുത്തത് നടന്ന് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് എഴുതി. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യന് 8 ന്യൂക്ലിയേറ്റഡ് സൺ സെല്ലുടെ സ്റ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതും എഴുതി. പിന്നെ 20th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓർഗാനിസത്തിനെ എങ്ങനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണെന്ന് അത് നമ്മൾ ഐഡന്റിഫൈയിങ്, മെയിൻറ്റെയിൻസ്, ഇൻട്രൊഡക്ഷൻ, ആ ഒരു 3 പ്രോസസ്സ് എഴുതി. അപ്പോൾ ഇങ്ങനെയായിരുന്നു എക്സാം നടന്നത്. അപ്പോൾ ബോട്ടണി ഈസി ഒക്കെ തന്നെയായിരുന്നു. ഇനി സുവോളജിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സുവോളജി എനിക്ക് മിക്ക ക്വസ്റ്റ്യൻസും ചിലതൊന്നും അറിയില്ല, കാരണം ഞങ്ങൾക്ക് ആ പോർഷൻ എടുത്തിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യന് അറിയില്ല, സെക്കൻഡ് ക്വസ്റ്റ്യന് ഗ്ലാൻസ് പെനിസ് ആണ്, തേർഡ് ക്വസ്റ്റ്യൻ അലീലാണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ അറിയില്ല, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫീമെയിൽ ഹെട്രോഗമിയാണ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല. 7th ക്വസ്റ്റ്യൻ സ്പേമിന്റെ എയും ബിയും. എ എന്ന് പറയുന്നത് മിഡിൽ പാർട്ടും ബി എന്ന് പറയുന്നത് ടൈലും ആണ്. പിന്നെ കാപ്ലിക് സ്ട്രക്ചർ, അക്രോസോം. 8ാമത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റത്തെ ആൻസർ എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. STI എന്താണ് കംപ്ലീറ്റ്ലി ക്യൂർ ആവാത്തത് HIV, ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ തന്നെ ജനറ്റിക് ഹെർബ്സ്, അതാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്പെർമിയേഷനും സ്പെർമാറ്റോജെനിസിസും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എഴുതാം. അപ്പോൾ നമ്മൾ എന്താണ് ഒന്ന് സ്പെർമാറ്റയിൽ നിന്ന് സ്പെർമാറ്റോഗോണി ആവുന്നതും പിന്നെ എന്താണ് സെർട്ടോളി സെല്ല് റിലീസ് ചെയ്യുന്നതാണ് മറ്റേത് സ്പെർമിനെ റിലീസ് ചെയ്യുന്നത്. ഈ 10ാമത്തത് നമ്മൾ പന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു എയും ബിയും ഉള്ള ഫാദറിനും മദറിനും O ഗ്രൂപ്പ് ഉണ്ടാവാന്നുള്ള ഒരു സംഭവം പന്നറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് മന്തിൽ നമുക്ക് എന്താ ഉണ്ടാവുന്നത് ഹേർട്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് എൻഡ് ഓഫ് സെക്കൻഡ് മന്തിൽ ലിംസും ഡിജിറ്റും ഫോം ചെയ്യുന്നു. ആൻഡ് 12 വീക്സ് ആകുമ്പോൾ മേജർ ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നു. 5th മന്ത് ആകുമ്പോൾ ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് ഉണ്ടാവുന്നു. അടുത്തത് നടന്നത് ഇത് വാസക്ടോമിയും ട്യൂബെക്ടോമിയും പിന്നെ അത് രണ്ടിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിരുന്നു. അതാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ആയിരുന്നു. അതായത് വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നത് ടൈ ചെയ്യുന്നതും അതുപോലെ പിന്നെ ഈ ഒരു സെൽസിന്റെ ഫംഗ്ഷൻ എഴുതാനായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എനിക്കറിയില്ല. 14ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല. ആൻഡ് 15ാമത്തെ ക്വസ്റ്റ്യനും എയും ബിയും ഹോർമോൺസ് എഴുതാനായിരുന്നു. ഫസ്റ്റത്തെ ഈസ്ട്രോജനും രണ്ടാമത്തെ പ്രൊജസ്ട്രോജനും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബി കോർപ്പസ് ലൂട്ടിയം. ആൻഡ് സിന്റെ ആൻസർ ഏത് ഹോർമോണാണ് ഓവുലേഷൻ കാരണമാവുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺ LH ഹോർമോണാണെന്ന് എനിക്ക് തോന്നുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, അത് നമ്മുടെ റിപ്പോർട്ടിലേക്ക് കേൾക്കുന്നതാണ്. ചില ക്വസ്റ്റ്യൻസ് സാർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 19 എഴുതി, 18 എഴുതി, 20 എഴുതി, 17 അറിയില്ല. അങ്ങനെ ഞാൻ ഏകദേശം എല്ലാം എഴുതി. ഓപ്ഷൻ ഒഴികെയുള്ളതാണ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് നിന്ന് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഒരു ഓക്കെ എക്സാം ആയിരുന്നു. അപ്പോൾ അടുത്ത എക്സാമാണ് കെമിസ്ട്രിയും അതേപോലെ തന്നെ മലയാളമാണ്. അപ്പോൾ ഇനി അതിന് വേണ്ടി പഠിക്കണം. ശനി ഞായറും ലീവ് ഉണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടായെന്നുള്ളൂ. ഇനി എല്ലാ എക്സാമിനും ഇതുപോലെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.